നമ്മൾ നിൽക്കുന്നത് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്മാരകത്തിൻ്റെ താഴെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പട്ടികയിൽ നിന്ന്, അതായത് രക്തസാക്ഷി പട്ടികയിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഉൾപ്പെടെയുള്ള രക്തസാക്ഷികളുടെ ആ പേര് വെട്ടിമാറ്റിയവരാണ് ഈ വാദം ഇന്നിവിടെ ഉന്നയിക്കുന്നത്. ഞാൻ ഒരു കാര്യം ഇതിൻ്റെ കൂടെ പറയാൻ നിൽക്കുകയാണ്. ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നിർത്തലാക്കിയല്ലേ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്? ആ ന്യൂനപക്ഷ സ്കോളർഷിപ്പിൻ്റെ വെട്ടിക്കുറച്ച വിഹിതം കേരളത്തിൽ പുനഃസ്ഥാപിച്ച് അത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വിതരണം ചെയ്ത വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മുജീബ് പറയാൻ ശ്രമിച്ചത് നമ്മുടെ മുസ്ലിം ലീഗ് എം പിമാർ അവിടെ നടത്തിയ പെർഫോമൻസാണ്. സ്വതവേ മുസ്ലിം ലീഗിൻ്റെ പഴയകാല എം പിമാരൊന്നും പാർലമെൻറ്റിൽ പെർഫോം ചെയ്യുന്നതിൽ മോശമായിരുന്നില്ല. നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം എന്താ അറിയോ? നിങ്ങളുടെ നിലപാടെടുക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നിലപാടാണ്. കോൺഗ്രസ് എന്താണോ ബി ജെ പിക്കെതിരായി എടുക്കുന്ന നിലപാട്, അതിൻ്റെ താഴെയല്ലേ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കോൺഗ്രസ് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ഒരു നിലപാടെടുക്കാതെ ചാഞ്ചാടുന്ന സമീപനമെടുത്തു. ആ ചാഞ്ചാടുന്ന സമീപനത്തിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗിന് അതിൻ്റെ ഏറ്റവും ധീരമായ നിലപാടുകൾ പണയം വെക്കേണ്ടി വന്നു എന്നാണ് എൻ്റെ ആക്ഷേപം.